ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി എടുത്തു പറഞ്ഞ ദിനരാത്രങ്ങൾ. വലയാലിൻ അഷർ എന്ന ശ്രദ്ധേയമായ പ്രഖ്യാപനത്തിലൂടെ എണ്ണപ്പെട്ട 10 ദിനങ്ങൾ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ് ഇതിന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വിശദീകരണം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തഫ്സീറുകളിലൂടെ തന്നെ വിശദീകരിച്ചു. ഈ വലയാലിൻ അഷർ എന്ന ഈ അഷർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബിഹ അഷറ ദുൽഹിജ, അത് ദുൽഹിജയിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്ന് മഹാരഥന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അയ്യാമിൻ മഅലൂമാത്ത് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രത്യേകം സ്മരിക്കപ്പെടുന്ന ദിനങ്ങൾ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ഈ ദിനങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി വിശദീകരിച്ചത് ഇന്നഹ അശറ ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്നതാണ്. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആൻ തന്നെ ഏറെ ശ്രദ്ധേയമായി ശ്രേഷ്ഠമായി എടുത്തു പറഞ്ഞ അങ്ങേയറ്റം പുണ്യവും പ്രാധാന്യവുമുള്ള സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് എന്നർത്ഥം. മഹാരഥന്മാരായ സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നമ്മെ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാം അഫ്ളലു അയ്യാമി ദുനിയ. അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഫളൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത എന്നാണ് അതിനർത്ഥം. അഫ്ളൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സൂപ്പർലേറ്റീവ് ടെൻസ് ആണ്, ഏറ്റവും ശ്രേഷ്ഠമായത്. അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അഫ്ളലു അയ്യാമി ദുനിയ അൽ അയ്യാമുൽ അശർ, അത് ഈ ദുൽഹിജ്ജയിലെ നാം സന്നിഹിതരാകുന്ന കടന്നു പോകുന്ന ഈ 10 ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു കർമ്മങ്ങളും ഈ ദുനിയാവിലില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഹദീസുകൾ ഈ ദിനരാത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് റമളാനിലെ അവസാനത്തെ 10 പകലിനേക്കാൾ പ്രാധാന്യം ദുൽഹിജ്ജയിലെ ഈ 10 എന്നാണ്. കൃത്യമായി ശ്രദ്ധിക്കണം, റമളാനിൽ അവസാനത്തെ 10 പകലിനേക്കാൾ പ്രാധാന്യം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലെ പകലുകൾക്കുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ മഹാരഥൻ വീണ്ടും വിശദീകരിച്ചു ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാവിനേക്കാൾ പ്രാധാന്യം റമളാനിലെ അവസാനത്തെ 10 രാവുകൾക്കാണ് എന്ന് മഹാരഥന്മാർ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. അഥവാ ഞാനത് ആമുഖമായി പറയാനുള്ള കാരണം അങ്ങേയറ്റം ദുനിയാവിൽ റബ്ബിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനുള്ള വലിയ അവസരമാണ് ഈ ദിനരാത്രങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നർത്ഥം. പലപ്പോഴും ഇന്ന് ഭൗതിക ജീവിതത്തിൽ പല എളുപ്പവഴികൾ സ്വീകരിച്ച് നമ്മുടെ ആത്മീയ മേഖലയിൽ പോലും അത് പല രൂപത്തിലും കടന്നു വന്നിട്ടുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ ഒരു കഥ പറയലുണ്ട്, ഒരു നാട്ടില് ഒരു മൗല്യര് മൂപ്പര് എപ്പ ഇമാമത്ത് എന്നാലും കുൽഹുവല്ലേ എഴുതുള്ളൂ. എപ്പോൾ ഇമാം വന്നാലും കുൽഹുവല്ല, സുബഹയാണെങ്കിലും കുൽഹുവല്ല, മഗ്രിബാണെങ്കിലും കുൽഹുവല്ല, ഇശാ ആണെങ്കിലും കുൽഹുവല്ല. അപ്പോൾ നാട്ടുകാർക്ക് ഒരു സംശയം, ഇയാൾക്കാകെ കുൽഹുവല്ല മാത്രമേ അറിയുള്ളൂ, വേറെ സൂറത്തൊന്നും അറിയില്ലേ? ഇതിങ്ങനെ വണ്ടിയും വലിയായിട്ട് ഓതിയോട്ട് കുൽഹുവല്ലാണേനും നോട്ട് ഇവിടുന്ന് പോണില്ല എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ആകെ വണ്ടിയും വലിയും. അപ്പോൾ പിറ്റത്തെ കമ്മിറ്റിയോടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ പടം മൂല്യരെ വളഞ്ഞു എന്നാ. എന്നിട്ട് എന്താണ് മൂല്യരെ നിങ്ങൾ കുൽഹുവല്ല മാത്രം ഓതുന്നത്, വേറെ സൂറത്തൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര മറുപടി, നല്ലട ഹമുക്കളെ നിങ്ങൾക്ക് ഞാൻ 6500 റുപ്യക്ക് കുൽഹുവല്ല അൽബക്കർ ഓതിത്തരാ എന്ന് തിരിച്ചു മൂല്യര് മറുപടി പറഞ്ഞു എന്നാ. ഇത് ഒരു കഥയാണെങ്കിലും ഒരുപാട് അർത്ഥതലങ്ങളോടുകൂടി നാം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. ഭൗതിക മേഖലയിൽ പല രൂപത്തിലും പകരത്തിന് പകരം ചെയ്ത് ആത്മീയ മേഖലയിൽ പോലും നമ്മുടെ കർമ്മങ്ങൾ ആ രൂപത്തിലേക്കായിപ്പോയി എന്നത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമെല്ലാം ഈ രൂപത്തിൽ എവിടേക്കെയോ അലസതകൾ പല രൂപത്തിൽ നമ്മളെ വലിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്നത് കൃത്യമായ രൂപത്തിൽ നമ്മുടെ കുടുംബ ജീവിതം തന്നെ പരിശോധിച്ചാൽ കാണാം. ഇപ്പൊ കുടുംബവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ ഹദീസിന്റെ തുടക്കം റഹിമല്ലാഹു റജുലൻ അല്ലെങ്കിൽ റഹിമല്ലാഹു ഇംറഅത്തൻ, അല്ലാഹു
ഒരു ഭർത്താവിനെ റബ്ബ് അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഭാര്യയെ റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്, ഏറ്റവും നല്ല ഭാര്യ ആരാണ് എന്നാണ് ആ ഹദീസിലെ പരാമർശം. റസൂൽ അതിൽ വിശദീകരിക്കുന്നത്, രാത്രി ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ. അഥവാ രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ വിരിപ്പില് ഭാര്യയാണ് ഒതുക്കെ എടുത്ത് രാത്രി നിസ്കാരത്തിന് റെഡിയായി വരുന്നതെങ്കിൽ, ഭർത്താവാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്നതെങ്കിൽ ആ ഒതുടുത്ത വെള്ളം ഇങ്ങനെ തടവി ഭർത്താവിന്റെ മുഖത്തത് തെളിച്ച് ആ ഭർത്താവിനെ നമസ്കാരത്തിലേക്ക് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന ഭാര്യമാരാണ് ഏറ്റവും നല്ല ഭാര്യമാർ, ഭർത്താക്കന്മാരാണ് ഏറ്റവും നല്ല ഭർത്താക്കന്മാർ എന്നാണ് ഹദീസിന്റെ ആശയം. ഇന്നിപ്പോ ഇവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നാളെ പുലർച്ചെ പിയാപ്പിള ഉറങ്ങുമ്പോൾ അവര് നല്ലൊരു ഹദീസൊക്കെ പറഞ്ഞുണ്ട്, ഏറ്റവും നല്ല ഭാര്യ എനിക്കാവണം എന്ന നീയത്തിൽ കുറച്ച് കോപ്പയിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് മുഖത്തൊന്ന് ഒഴിച്ചാൽ ഏറ്റവും നല്ല ഭർത്താവിനിപ്പോ കാണാം അല്ലേ. ദുനിയാവിൽ കേൾക്കാത്ത ചില വാക്കുകളുടെ താരീഫൊക്കെ നമ്മൾ കേട്ടുപോകും. അപ്പോ നമ്മുടെ രംഗമെല്ലാം ചുറ്റുപാടെല്ലാം ആ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നത്, അഥവാ അതിൽ നാം പെട്ടുപോകരുത് എന്നർത്ഥം. അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ അവസരമാണ് അല്ലെ, ബിഗ് ഓഫറുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്, ബിഗ് ഓഫറുകൾ, ബിഗ് സെയിലുകൾ. അതിന് പ്രത്യേകമായി ദിവസവും സമയവും എല്ലാം നിർണയിച്ച് കുടുംബസമയത്ത് നമ്മൾ പർച്ചേസിന് വേണ്ടി പോകും. ഓരോ വീക്കെൻഡിൽ അല്ലെങ്കിൽ മാസത്തിന്റെ പ്രത്യേക സമയങ്ങളിൽ, വർഷത്തിന്റെ പ്രത്യേക സമയങ്ങളിൽ അതിന്റെ ശതമാന കണക്കൊക്കെ കണക്കൂട്ടി നോക്കി ഓരോന്നും എത്രയാണ് ലാഭം എന്ന് പരിശോധിച്ച് നമ്മൾ പലതും വാങ്ങാൻ പലയിടങ്ങളിലേക്കും നാം സമയം മാറ്റിവെച്ച് ചെല്ലാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ, ദിനരാത്രങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അവസരമാണ്, ഒരു ബിഗ് ഓഫറാണ് ഈ 10 ദിവസങ്ങളെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകണം. ഏതെല്ലാം രൂപത്തിലാണോ സൽക്കർമ്മങ്ങൾ വ്യാപൃതരാവാൻ കഴിയുക, ആ രൂപത്തിലെല്ലാം സൽക്കർമ്മങ്ങളിൽ ധാരാളമായി വ്യാപൃതരാവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിനെപ്പറ്റി, ഈ ദിനരാത്രങ്ങളെ പറ്റി മഹാരഥന്മാർ ഇതേ രൂപത്തിൽ തന്നെ വിശദീകരിക്കുന്നത്, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ എന്ന് ഈ ദിനരാത്രങ്ങൾക്ക് പറയാനുള്ള കാരണമായി മഹാരഥന്മാർ പറയുന്നത്, ഈ ദുൽഹിജ്ജയിലെ അവസാനത്തെ 8, 9, 10, ദുൽഹിജ്ജ 8-നാണ് നമ്മൾ യൗമു തർവിയ എന്ന് പറയുക, ദുൽഹിജ്ജ 9-നാണ് യൗമു അറഫ എന്ന് പറയുക, ദുൽഹിജ്ജ 10-നാണ് യൗമു നഹർ എന്ന് പറയുക, ദുൽഹിജ്ജ 11-നും 12-നും 13-നുമാണ് അയ്യാമു തശ്രീഖ് എന്ന് നമ്മൾ പറയുക. ഈ ദിനരാത്രങ്ങളുടെ പ്രത്യേകത, എല്ലാ കർമ്മങ്ങളും ഒരേ രൂപത്തിൽ ചേർന്ന് വരുന്ന ദിനരാത്രങ്ങളാണ്. അഥവാ ഇസ്ലാമിലെ നമ്മൾ ചിലപ്പോൾ മുതലേ പഠിച്ചു വരുന്നില്ല, ഇസ്ലാം കാര്യം 5 അവകളറിയൽ ഫർളാണ്. ഈ 5 കാര്യവും ഒരേ രൂപത്തിൽ ചേർന്ന് വരുന്ന സമയം ഒരു വർഷത്തിൽ ഈ ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ഈ ദിവസങ്ങൾക്കുള്ളിലാണെന്നാണ്. അല്ല, അവിടെ ഷഹാദത്തിനുള്ളവനെ അവിടെ പ്രാധാന്യമുള്ളൂ. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ നമസ്കാരം ചേർന്ന് വരും. അതുപോലെ തന്നെ നോമ്പ് ആ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്വതക്ക അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേ രൂപത്തിൽ തന്നെ ഹജ്ജ്, ഹജ്ജ് എപ്പോഴെങ്കിലും തോന്നിയ ഒരു രൂപത്തിൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഹജ്ജ് ഈ ദിവസങ്ങളിൽ ചേർന്ന് വരുന്നതാണ്. അഥവാ ഈ ഹജ്ജിന്റെ സന്ദർഭം പോലും നമ്മൾ ഭൗതികത പറയുമ്പോൾ അതും കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയണം. ഒരിക്കലും ഒരു ആള് ഹജ്ജിന്റെ ട്രാവൽസിന്റെ പരസ്യത്തിൽ ആകർഷണനായ ഒരാൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു എന്നാ. നമ്മൾ സാധാരണ ട്രാവൽസിന്റെ പരസ്യം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്നതാണ് ഹർമനെടുത്ത് താമസം, കേരളീയ ഭക്ഷണം, AC റൂം, ഇതൊക്കെയാണ് സാധാരണ കൊടുക്കുക. പക്ഷെ ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത് റസൂലുള്ളാഹിന്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട, ഉംറയുമായി ബന്ധപ്പെട്ട ഹദീസുകളായിരുന്നു. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ ഒരു ട്രാവൽസ് ചെലവ് കൊടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഹജ്ജിന് കൊണ്ടുപോവുക. അങ്ങനെ ഒരു സാധു ഒരിക്കൽ ഹജ്ജിന്റെ അഥവാ ട്രാവൽസിന്റെ പരസ്യത്തിൽ ആകൃഷ്ടനായി ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മൂപ്പരില്ലാത്ത പൈസ ഒരുമിച്ച് കൂട്ടി മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാനെത്തിയപ്പോൾ ഈ സൗകര്യമൊന്നുമില്ല. ഹർമനടുത്ത് താമസമല്ല, കേരളീയ ഭക്ഷണമല്ല, AC റൂമില്ല, എല്ലാം കൊണ്ടു ഇടങ്ങാറാ. അപ്പൊ ഈ മനുഷ്യൻ അമീറിനോട് പോയി പരാതി പറഞ്ഞു പോലും, മൗലിയ നിങ്ങൾ പറഞ്ഞ ഓഫറൊന്നുമില്ലല്ലോ, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് ഇടങ്ങാറാണല്ലോ എന്നിങ്ങനെ പരാതി ഇങ്ങനെ കൂടി വന്നപ്പോ അമീർ എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം നടത്തി പോലും, പ്രിയമുള്ള ഹാജിമാരെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ത്യാഗത്തിന്റെ സ്മരണയാണ്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ഹജ്ജ് ചെയ്തത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മാസങ്ങളോളം യാത്ര ചെയ്ത് കുടുംബത്തെയൊക്കെ ഒരു വഴിക്ക് വെച്ച് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കല്ലും അതുപോലെ തന്നെ മുള്ളും ഒക്കെ താണ്ടി പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചിട്ടാണ് പ്രവാചകന്മാരെല്ലാം ഹജ്ജ് ചെയ്തത്.
പ്രസംഗം കഴിഞ്ഞ് അമീർ താഴെ ഇരുന്നപ്പോൾ പരാതി പറഞ്ഞ മനുഷ്യൻ വീണ്ടും പോയിട്ട് പറഞ്ഞു വരും, വലിയ നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷെ റസൂലും സഹാബത്തും 8 ലക്ഷം കൊടുത്തല്ല ഹജ്ജിന് വന്നത്, ഞങ്ങൾ ഈ പൈസ മുഴുവൻ ചെലവാക്കി വന്നത് ഈ പണി പെട്ടെന്ന് തീർക്കാനാണ്. നമ്മുടെ കർമ്മങ്ങളുടെ മേഖലയിൽ അത് ഹജ്ജാണെങ്കിൽ പോലും ആ ഒരു അലസത ഇന്ന് നമുക്കിടയിൽ സമൂഹത്തിൽ സജീവമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇത്തരം അലസതകളെ പൂർണ്ണമായ രൂപത്തിൽ മാറ്റിവെച്ച് കർമ്മങ്ങളുടെ മേഖലയിൽ വ്യാപൃതരാവുക എന്നത് അങ്ങേറ്റം പ്രാധാന്യമുള്ളതാണ്. ഈ ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിന്റെ സന്ദേശം ആണല്ലോ. ഇപ്പൊ കഅബാലിയുമായി ബന്ധപ്പെട്ട് മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ മുഹമ്മദ് നബിയെ, ലോകത്തിന്റെ ആരംഭം അത് എവിടെ നിന്നാണ്? ലോകത്തിന്റെ ആരംഭം, തുടക്കം എവിടെ നിന്നാണ്? ലോകത്തിലെ ആദ്യത്തെ ഭവനം ഏതാണ്? പ്രവാചകന്റെ മറുപടി, ലോകത്തിലെ ആദ്യത്തെ ഭവനം അത് കഅബയാണ്. ലോകത്തിന്റെ അവസാനം അത് ഷാമിൽ ബൈത്തുൽ മുഖദ്ദസിലാണ്, ഖുദ്സിന്റെ മണ്ണിലാണ്. ഇതിൽ വലിയ അർത്ഥതലങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിൽ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിന്റെ അലയൊലികൾ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന ശ്രദ്ധേയമായ തൽബിയത്തിന്റെ സുന്ദരമായ തൗഹീദിന്റെ ആദർശ പ്രഖ്യാപനമായി ഹജ്ജ് ചെയ്യുമ്പോൾ ആ ആരംഭ ഭവനം, അതിന്റെ നിർമ്മാണം, തൗഹീദിന്റെ പ്രഖ്യാപനം, അത് വളരെ ആഴത്തിൽ മനസ്സിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ കഅബാലയത്തിന്റെ ആദ്യത്തെ നിർമ്മാണം ചരിത്രങ്ങളിൽ കാണാം. ഏകദേശം നമ്മൾ ഇന്ന് കാണുന്ന കഅബാലയം 10ഓളം തവണ പുനർനിർമ്മിക്കപ്പെട്ടതാണ്. ആദ്യമായി കഅബാലയം നിർമ്മിക്കുന്നത് ചരിത്രപരമായി അത് മലക്കുകളാണ്. അഥവാ വാനലോകത്ത് അള്ളാഹുവിന്റെ അർശിനു താഴെയായി ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭവനത്തിന് താഴെയാണെന്നാണ് കഅബാലയത്തിന്റെ സ്ഥാനം. ഭൂമിയിലെ കഅബാലയത്തിന്റെ സ്ഥാനം ബൈത്തുൽ മഅമൂറിന് താഴെയാണ്. വാനലോകത്തുള്ള ബൈത്തുൽ മഅമൂർ എന്ന ഭവനത്തിന് താഴെയാണ്. ഈ ബൈത്തുൽ മഅമൂർ എന്താണ് എന്നും പ്രവാചകൻ തന്റെ മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി വിശദീകരിക്കുന്നത് സുനൻ അബൂദാവൂദിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് പറഞ്ഞത്, ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ആ ഭവനത്തിൽ ഓരോ സെക്കൻഡും 70,000-ഓളം മലക്കുകൾ അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതാണ്. 70,000-ഓളം മലക്കുകൾ ആ ഭവനത്തിനുള്ളിൽ പ്രവേശിക്കും. അവർ അതേ രൂപത്തിൽ അതിന് പുറത്ത് കടക്കുകയും ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഈ പ്രദക്ഷിണം ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരു തവണ അതിന്റെ ഉള്ളിൽ കയറിയ മലക്ക് പിന്നീട് അതിന്റെ ഉള്ളിൽ പ്രവേശിക്കൂലാണ്. ഇതാണ് ബൈത്തുൽ മഅമൂർ. അഥവാ അത്രയേറെ കോടാനുകോട് മലക്കുകൾ, അള്ളാഹുവിന്റെ മാലാകമാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ബൈത്തുൽ മഅമൂറിന് നേരെ താഴെയാണ് കഅബാലയത്തിന്റെ സ്ഥാനം. ആ കഅബാലയം ആദ്യമായി ഉണ്ടാക്കുന്നത് മലക്കുകളാണ് എന്ന് ചരിത്രത്തിൽ കാണാം. രണ്ടാമതായി കഅബാലയം പുനർനിർമ്മിക്കുന്നത് അബുൽ ബഷർ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പിശാച്ച് മോട്ടറാക്കിയിട്ട് പുറത്ത് അടിച്ചു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവർക്കിടയിൽ ഫിത്നയുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, ചെയ്യാൻ പാടില്ലാത്തത് ആദം നബി ചെയ്തു പോയി. അതിലും ചരിത്രം കാണാം. ഭൂമിയുടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഇറക്കപ്പെടുന്നത്. ആദമിന് ഇറക്കപ്പെട്ടത് സിലോണിലാണ് എന്ന് ചരിത്രത്തിൽ വായിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ബിദായത്തു നിഹായ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അത് സിലോൺ ആയിരുന്നു. സിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശ്രീലങ്ക. ഹവ്വാ ബീവി ഇറക്കപ്പെട്ടത് ജസീറത്തുൽ അറബിലാണ്. ആ ജസീറത്തുൽ അറബിൽ ഹവ്വാ ബീവി ഇറക്കപ്പെട്ട നാടായതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഒരു നാട് ജദ്ദത്ത് എന്നൊക്കെ പേരുള്ള വല്ലുമ്മ എന്നർത്ഥം വരുന്ന ജിദ്ദയിൽ ഹവ്വാ ബീവി ഇറക്കപ്പെടുകയും അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ജബൽ അറഫാത്തിൽ വെച്ച്, അല്ലെങ്കിൽ ജബൽ ഇലാലിൽ വെച്ച്, അല്ലെങ്കിൽ ജബൽ റഹ്മയിൽ വെച്ച്, അറഫയിൽ ഹാജിമാരെല്ലാം ഒരുമിച്ച് കൂടുന്ന, അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരുമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജബൽ റഹ്മ, ജബൽ അറഫാത്തിൽ വെച്ച് ഈ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്, ആദം നബിയും ഹവ്വാ ബീവിയും. പിന്നീട് മക്കയിലേക്ക് പോകുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതായി കഅബാലയം നിർമ്മിക്കുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആദം നബി ഒരു ഹൈമ കെട്ടി, ടെന്റ് കെട്ടി, അതിന് മുകളിൽ കഅബാലയത്തിന്റെ അടിത്തറക്ക് മുകളിൽ ആരാധനാ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നീട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ ശീത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, ചരിത്രത്തിൽ കാണാം. ഖുർആനിൽ 25 നബിമാരെ പേരാളുള്ളത്. ലോകത്ത് 1,24,000 നബിമാർ വന്നിട്ടുണ്ട്. ഖുർആനിൽ 25 നബിമാരെ പേര് പറഞ്ഞുള്ളൂ. അതിൽ ഖുർആനിൽ പറയപ്പെടാത്ത എന്നാൽ ചരിത്രത്തിൽ പ്രസിദ്ധമായ ശീത്ത് അലൈഹി സ്വലാത്തു വസ്സലാമാണ് മൂന്നാമതായി കഅബാലയം പുനർനിർമ്മിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. നാലാമതായിട്ടുള്ള പുനർനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ
സാക്ഷ്യപ്പെടുത്തുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും തിരുകരങ്ങളാൽ 4ാമതായി കഅബാലയം പുനർനിർമ്മിക്കുന്നു. അങ്ങനെ കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് ശേഷം മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് ഉണ്ടാവാൻ കാരണമായ കല്ലിന് മുകളിൽ കയറിയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രപ്രസിദ്ധമായ ഹജ്ജിന്റെ പ്രഖ്യാപനം എന്നെല്ലാം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രവാചക സുന്നത്തുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അഥവാ ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് ദീൻ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് ഈ എണ്ണപ്പെട്ട വലയാലിൻ അശർ എന്നറിയപ്പെട്ട ഈ അശർ, ഈ 10 ദിനരാത്രങ്ങളിൽ ആണ് എന്നത് ഏറ്റവും വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുകയും ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഹജ്ജിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള അതിന്റെ അർത്ഥഗർഭം തൗഹീദ് നമ്മുടെ മനസ്സിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചേർത്ത് വെക്കാനും ഈ 10 ദിവസങ്ങളിൽ ആത്മാർത്ഥമായി നന്മകളിൽ അങ്ങേയറ്റം വ്യാപൃതരാവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഞാനിപ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വെള്ളിയാഴ്ച രാവിലെ തന്നെ വന്ന ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായത്, ഹജ്ജിന് പോകുന്ന ഹാജിമാർ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ മമ്പുറം മക്കാമ് വരെ മക്കാം സിയാറത്താണ്. കേരളത്തിന്റെ ഒരു തലക്കിൽ നിന്ന് ഇങ്ങേ തലക്ക് വരെ സകല മക്കാമുകളിലും കയറി ഔലിയാക്കന്മാരുടെ പൊരുത്തവും ഗുരുത്വം ഒക്കെ നേടി എന്നിട്ട് ഹജ്ജിന് വേണ്ടി കയറ്റിക്കൊണ്ടുവരികയാണ്. പുരോഹിതന്മാർ അതിനു മുന്നിൽ സഞ്ചരിക്കുകയാണ്. പ്രത്യേകമായി ഓരോ ഇടങ്ങളിലും കാണിക്ക സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേക തുകകൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഈ ഭീമാപ്പള്ളി ജാറം ഏതാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷം ഭീമാപ്പള്ളി ജാറം ലേലത്തിൽ പോയത് 7,07,00,000 രൂപക്കാണ്. 7,07,00,000 രൂപക്കാണ്. 7,07,00,000 രൂപക്ക് ലേലത്തിൽ പോയത് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സമുച്ചയമല്ല. 7,07,00,000 രൂപക്ക് ഒരു ഉമ്മയും മകനും മരണപ്പെട്ട് കിടക്കുന്ന ജാറം കേരളത്തിൽ ഞങ്ങളാണ് സുന്നത്തിന്റെ അഹ്ലുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ലേലം വിളിച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് ഹജ്ജിന് വരുന്ന തൗഹീദ് പ്രഖ്യാപിക്കാൻ, തൗഹീദിന്റെ ഏറ്റവും പരമപ്രധാനമായ പ്രഖ്യാപനമായ ഹജ്ജിന് പോലും സകല ജാറങ്ങളും കയറി നിറങ്ങി ഹാജിമാരെ കൊണ്ട് എത്തിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുകയാണ്. ഇവിടെയാണ് ഹജ്ജിന്റെ സന്ദേശം വളരെ അർത്ഥഗർഭത്തോടു കൂടി മനസ്സിലാക്കാൻ ഈ ഉമ്മത്തിന് കഴിയേണ്ടതുണ്ട് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ ഈ പ്രസ്ഥാനം ആവർത്തിച്ച് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്താനുള്ള കാരണവും ഇതാണ്. വളരെ ആത്മാർത്ഥമായി ഈ സന്ദേശത്തെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ പ്രത്യേകം ദിക്റുകൾ. ദുൽഹിജ്ജ 1-ന് ഒരു ദിക്റ്, 2-ന് വേറെ ദിക്റ്, 3-ന് വേറെ ദിക്റ്. അഥവാ കഴിഞ്ഞ വർഷമുള്ള ദിക്റല്ല ഈ വർഷം, ഇനി അടുത്ത വർഷം ഈ വർഷം ഉണ്ടായ ദിക്റല്ല, പുതിയ ദിക്റുകൾ, പുതിയ സലാത്തുകൾ, അതിന് ചില പുതിയ രൂപങ്ങൾ, ഭാവങ്ങൾ, അതിലെല്ലാം പെട്ടുപോകുന്ന ഈ ദീനിനെ കുറിച്ച്, ഇതിന്റെ അസ്ലിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്ന അനാചാരങ്ങളിലേക്ക് വീണു പോകുന്ന അവസ്ഥകളൊക്കെയാണ്. മഹാരഥന്മാരായ സ്വഹാബത്ത് വളരെ ശക്തമായ രൂപത്തിൽ ദിക്റിന്റെ മേഖലയിൽ, കർമ്മത്തിന്റെ മേഖലയിൽ അവർ ദീനിയായി ഉരുവിടുന്ന ഓരോ വിഷയത്തിലും അങ്ങേയറ്റം കണിശതയുള്ളവരായിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ വായിക്കും. അതിൽ ശ്രദ്ധേയമായൊരു സംഭവം, ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് ഒരു മനുഷ്യൻ തുമ്മാണ്, നന്നായിട്ട് തുമ്മിയപ്പോൾ മൂപ്പർ പറഞ്ഞത് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളാൾക്കാരൊക്കെ ആണെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാന്റെ പുറമെ ഒരു സ്വലാത്ത് കൂടെ ചെല്ലിയല്ലോ എന്ന് പറഞ്ഞ് 2 ലൈക്ക് അടിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപാട് അവിടെ ഇടപെട്ടു. മാ അല്ലംനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പ്രവാചകൻ ഖലീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി, റസൂലുള്ളാഹിനെക്കാട്ടും വലിയ ആളാവേണ്ടതില്ല എന്നാണ് അതിനർത്ഥം. പ്രവാചകന് ഏത് രൂപത്തിൽ എങ്ങനെ പഠിപ്പിച്ചോ അതങ്ങനെ ആ രൂപത്തിൽ ആ ഭാവത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് ദീനാവുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ഏതു കർമ്മവും, പ്രത്യേകമായ ഒരു കർമ്മം അത് ഇന്നതു തന്നെ ചെയ്യണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഏതു കർമ്മവും, ദീനിയായി സ്ഥിരപ്പെട്ട ഏതു നന്മകളും ധാരാളമായി നമുക്ക് അധികരിപ്പിക്കാം. അത് നോമ്പാണെങ്കിൽ അങ്ങനെ, സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ സ്വതക്കകളാണെങ്കിൽ അങ്ങനെ, ദാനധർമ്മങ്ങളാണെങ്കിൽ അങ്ങനെ, ഏതു രൂപത്തിലും നന്മകളിൽ നമുക്ക് വ്യാപൃതരാവാമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനരാത്രങ്ങൾ ഒരിക്കലും, ഇതിന്റെ സന്ദർഭങ്ങളിൽ നാം ഒരിക്കലും അലസരായിക്കൂടാ എന്ന്
വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും സുന്ദരമായി പ്രവാചകന്റെ ജീവിത മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാ രംഗത്തും പുലർത്തി ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ അങ്ങേയറ്റം ആവേശത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നതാവാൻ നമുക്ക് ഓരോരുത്തർക്കും ആവേണ്ടതുണ്ട്. പ്രവാചകന്റെ കുടുംബമോ സുന്നത്തായി യഥാർത്ഥത്തിൽ ഹദീസിന്റെ താളുകളിൽ ഒരു വിഷയം സുന്നത്താവണമെങ്കിൽ ഒന്നുകിൽ പ്രവാചകന്റെ കൗല്, ഫിഅല്, തക്രീർ എന്ന് പറയും. അഥവാ പ്രവാചകന്റെ വാക്ക്, പ്രവർത്തനം, അംഗീകാരം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, പലപ്പോഴും നമ്മൾ ഇത് സംസാരിക്കുന്ന ആളുകൾ പല കാര്യങ്ങളും പറയും, പക്ഷെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര പ്രയാസമാണ് പരിശോധിക്കൽ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അഥവാ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൗല്, ഫിഅല്, തക്രീർ, ഈ 3 മേഖലകളെ പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ കൗലിനേക്കാൾ കൂടുതൽ അഥവാ റസൂലുള്ള പറഞ്ഞതിനേക്കാൾ കൂടുതൽ, പ്രവാചകൻ അനുവാദം നൽകിയതിനേക്കാൾ കൂടുതൽ ഹദീസിൽ കാണാൻ കഴിയുക പ്രവാചകന്റെ ഫിഅലുകളാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകനാണ്. പ്രവാചകന്റെ കുടുംബപരമായി വ്യക്തിപരമായും എല്ലാം ഒരുപാട് രംഗങ്ങൾ ഹദീസിൽ ശ്രദ്ധേയമാണ്. ഇപ്പോ ആയിഷ ബീബിയുമായി ബന്ധപ്പെട്ട സുന്ദരമായ രംഗം ഹദീസിൽ കാണാം. ഒരുപാട് രംഗങ്ങൾ. അതിൽ ശ്രദ്ധേയമായൊരു സംഭവം, ഇപ്പോ നമ്മൾ കുടുംബ കുടുംബത്തോടുകൂടി ഈ സദസ്സിൽ പങ്കെടുക്കുകയാണ്. ഒരു വലിയ സദസ്സാണ്. നിറഞ്ഞു നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, തിങ്ങി നിൽക്കുന്ന, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിലേക്ക് പെട്ടെന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കയറി വന്നു. അംർ കയറി വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നത്, മുഹമ്മദ് നബിയെ, പ്രവാചകരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഏറ്റവും ഇഷ്ടം ആരെയാണ്? അംറിനെ അറിയാം റസൂലുള്ളാഹിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. തിരിച്ച് റസൂലുള്ളാഹിക്ക് അംറിനെ ഇഷ്ടമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊരു സഭയിൽ വെച്ച് ചോദിക്കാൻ കാരണം, ഏറ്റവും ഇഷ്ടം ആരെയാണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹ് എൻ്റെ പേര് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് കേൾക്കുകയും വേണം. എന്നിട്ട് അതിന്റെ പുറത്ത് ഊറ്റം കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം, റസൂലെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? ചിലപ്പം ചോദ്യം കൊട്ടാൻ നമുക്ക് തോന്നും വളരെ സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമല്ല. നിങ്ങളെ മോനെ അല്ലെങ്കിൽ മോളെങ്ങനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട്, മോനെ എനിക്ക് വാപ്പാനേനോ ഇഷ്ടം, ഉമ്മാനേനോ ഇഷ്ടം എന്ന് വാപ്പിമ്മയും കൂടെ ഒരുമിച്ച് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മോൻ പറയും വാപ്പമ്മാന്ന്. കാരണം ഉമ്മാനെ പറഞ്ഞാൽ വാപ്പാക്ക് സങ്കടാവും, വാപ്പാനെ പറഞ്ഞാൽ ഉമ്മാക്ക് സങ്കടാവും. ഇതൊരു സഭയിൽ വെച്ചാണ് ചോദ്യം, റസൂലേ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? റസൂലുള്ളാഹിക്ക് ഒരു സംശയം ഉണ്ടായില്ല. പ്രവാചകന്റെ മറുപടി ആയിഷയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സ്വഹാബിന്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ റസൂലെ ആയിഷ ബീവി കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം? റസൂൽ പറഞ്ഞു അബൂഹ, അവളുടെ ഉപ്പയാണ്, അഥവാ അബൂബക്കറിനെയാണ് റളിയല്ലാഹു അൻഹു. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ രണ്ടാമത് അമ്മോശനെ ഇഷ്ടം എന്ന് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ തന്നെ പെണ്ണുങ്ങളെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ടാമതായി അമ്മോശാങ്കനെ പറഞ്ഞ എത്ര ആൾക്കാരുണ്ടാവും? റസൂലുള്ളാഹി പറഞ്ഞു അമ്മോശൻ അബൂബക്കറിനെയാണ് ഇഷ്ടം. അപ്പൊ ഈ സ്വഹാബിന്റെ വീണ്ടും ചോദ്യം, റസൂലെ അങ്ങനെയാണെങ്കിൽ അബൂബക്കർ കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം? അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ അംറിന്റെ പേര് പറയാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷെ ഒന്നാമത്തെ സുഫിൽ ഉമറുണ്ട്. മൂന്നാമതും ചോദ്യം വന്നപ്പോൾ ഉമറിന്റെ മുഖം മാറി, കണ്ണു ചുമന്നു. ഇത് റസൂൽ ശ്രദ്ധിച്ചു. റസൂൽ പറഞ്ഞു ഉമറിനെയാണ് ഇഷ്ടം. അപ്പൊ വീണ്ടും ചോദ്യം, റസൂലെ അങ്ങനെയാണെങ്കിൽ ഉമർ കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം? അംറെ നിന്നെയാണ് ഇഷ്ടം. ഇത് കേട്ടതോടുകൂടി അംറിന്റെ മുഖം പ്രസന്നമായി. അദ്ദേഹം പുഞ്ചിരിച്ച ആ സദസ്സിൽ ഇങ്ങനെ നല്ല തിളങ്ങുന്ന മുഖവുമായി പുഞ്ചിരിച്ച ആ സഭയിൽ ഇങ്ങനെ അദ്ദേഹം നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ചോദ്യം ഒന്നും ചോദിക്കണില്ല. പക്ഷെ മറ്റു സ്വഹാബത്തെല്ലാം ഇദ്ദേഹം ഇനിയും ഇതേ ചോദ്യം ചോദിക്കുന്ന പ്രതീക്ഷിച്ചിങ്ങനെ കാതോർത്തിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ചോദ്യം ചോദിക്കണില്ല. കേട്ട സന്തോഷത്തിൽ പുളകിനായി അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചോദ്യം ചോദിക്കാതായപ്പോ മറ്റു സ്വഹാബത്തെല്ലാം ഇതേ ചോദ്യം ചോദിക്കാൻ തയ്യാറായി. അപ്പം അംർ ഇടപെട്ടു എന്ന ഹദീസിൽ കാണാം. അംർ ഇടപെട്ട് എല്ലാവരും പിടിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇനി ആരെങ്കിലും ഇതേ ചോദ്യം ചോദിച്ചാൽ എന്റെ സ്ഥാനം പുറകിലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എല്ലാവരും പിടിച്ചിരുത്തിന. ഒരു സഭയിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടമാരെയാണ് റസൂലേ എന്ന ചോദ്യത്തിന് തന്റെ പ്രിയതമയുടെ പേരെടുത്തു പറയുമാർ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി ചേർന്ന് നിന്നവരായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. പ്രവാചകന്റെ ഉപദേശം നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വലിയ ജമാഅത്ത് എടുക്കുകയാണ്, വലിയ ജമാഅത്താണ്. ആ സന്ദർഭത്തിലാണ് ഒരു സ്വഹാബി നേരെ ഓടിയിട്ടുണ്ട് പള്ളിക്ക് വരികയാണ്. അപ്പൊ പള്ളിക്കലെത്തിയപ്പോൾ നിസ്കാരം റുക്കൂലെത്തിയിട്ടുണ്ട്. അപ്പൊ റുക്കൂ പോയാൽ റകഅത്ത് പോവും. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു വെച്ചാൽ മദീനത്തെ പള്ളിയുടെ വാതിൽക്ക് തന്നെ
തക്ബീർ കെട്ടി അവിടുന്ന് തന്നെ റുക്കു ചെയ്തു. റുക്കു ചെയ്തുകൊണ്ട് നിസ്കാരത്തിലാണ് ചേർന്നു. നമ്മൾ സാധാരണ ഒരു കഥ പറയലുള്ള ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ ഓടി പള്ളിക്കൊക്കെ എത്തിയപ്പോൾ നിസ്കാരം അത്തഹിയാത്തിലെത്തിയിരുന്നു. മുപ്പര് വന്ന് അത്തയ്യാത്തിലിരുന്ന് സലാമൊക്കെ വീട്ടിന് ശേഷം അടുത്തുള്ള ആളോട് പറഞ്ഞു പോലും ഒതു കൊടുക്കാൻ നിന്നെങ്കിൽ അത്തയ്യാത്ത് പോലും കിട്ടൂലേന്നു എന്നൊരു കഥ നമ്മൾ കേൾക്കലുണ്ട്. ഈ കോലത്തിൽ ഈ സ്വഹാബി വാതുക്കം തന്നെ തക്ബീറും കെട്ടി റുക്കു ചെയ്തുകൊണ്ട് നിസ്കാരത്തെ കൂടി. അപ്പോൾ നിസ്കാരത്തിന് ശേഷം സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ മൂപ്പർ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉപദേശം, അതാണ് ശ്രദ്ധേയം, പ്രവാചകന്റെ ഉപദേശം, അള്ളാഹു നിന്റെ ആവേശത്തിന് പ്രതിഫലം നൽകട്ടെ, എന്നാൽ ലാ തഉദ്, ഇനി ഇത് ആവർത്തിക്കരുത്, ഈ പണിഞ്ഞ് ചെയ്യരുത്. അഥവാ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ, അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരാത്ത രൂപത്തിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ ആ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയുക, ആ രൂപത്തിൽ പ്രവാചകൻ അത് കൈമാറി എന്ന ഹദീസുകളിൽ കാണാം. ഇത് ഓരോ രംഗത്തും, ഒരു ചെറിയ കുട്ടിയോട് പോലും ഒരു വിരുന്നിന്റെ സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതു ഭാഗത്തുള്ളത് മഹാനായ ഹദീസിന്റെ പ്രയോഗം ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 2815 ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രവാചകന്റെ വലതുഭാഗത്തുള്ളത് ഹദീസിന്റെ പ്രയോഗം കാന അസ്അറുൽ ഖൗമുന, ആ വിരുന്നിൽ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളം പ്രായക്കാരനാണ് റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തുള്ള കുട്ടി. ഏറ്റവും ചെറിയവനാണ് റസൂലിന്റെ വലതുഭാഗത്തുള്ള കുട്ടി. പ്രവാചകന്റെ ഇടതുഭാഗത്തുള്ളത് ശൈഖന്മാരായ കിബാരിയങ്ങളായ മുതിർന്ന സ്വഹാബത്താൻ. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ ഒരു തോൽപാത്രത്തിൽ കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് പാല് കുടിച്ചു. പാല് കുടിച്ചതിന് ശേഷം ഇത് എവിടേക്കാ കൊടുക്കണ്ട്? കുട്ടിക്ക് കൊടുക്കണോ മുതിർന്നവന് കൊടുക്കണോ? കുട്ടിക്ക് കൊടുക്കണം. അത് എന്തുകൊണ്ട് കുട്ടിക്ക് കൊടുക്കണം? വലതുവശത്ത് ആരാളുള്ളത്? കുട്ടിയാണ്. ഈ വലതുവശത്തിന് കൊടുക്കണം. അതും ഈ 10 ദിവസങ്ങൾ നമുക്ക് പരിശീലിക്കാൻ പറ്റിയ ഒരു സുന്നത്ത് കൂടെയാണത്. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ഒരു സുന്നത്ത്. അത് സുന്നത്താന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു സംഭവം കാണാം. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവും റസൂലും കൂടെ ഇങ്ങനെ നാട്ടിർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുതെ സംസാരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോവാൻ. അങ്ങനെ ഇവർ 3 പേരും ഉമറിന്റെ വീട്ടിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹദീസിൽ അതിന്റെ പ്രയോഗം, റസൂൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രവാചകന്റെ നേരെ മുൻവശത്ത് തന്റെ കാൽമുട്ടിനോട് കാൽമുട്ടി ചേർത്ത് മുന്നിൽ ഉമറുണ്ട്, ഇടത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു അറാബി പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ട് വന്നു. സലാമൊന്നും പറഞ്ഞില്ല. അറാബിയാണ്, ഗ്രാമീണനാണ്, അദ്ദേഹത്തിന് പ്രത്യേക സംസ്കാരമൊന്നും അറിയാത്ത ഒരാളാണ്. കയറി വന്ന് റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്ത് വന്നിട്ട് അവിടെ ഇരുന്നു, ഒന്നും മിണ്ടിയതുമില്ല. ആ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കുറച്ച് വെള്ളം കൊടുത്തു റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളത് വലത് ഭാഗത്തിനാണ്, അഥവാ അറാബിക്കാണ് കൊടുക്കുക എന്ന് ഉമറിന് അറിയാം. പക്ഷെ ഉമറിന്റെ മനസ്സിലുള്ളത് കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി അബൂബക്കറിന് കൊടുക്കണം എന്നാണ്. കാരണം ഇടത് ഭാഗത്തുള്ളത് ഒരു അറാബിയാണ്, വലതു ഭാഗത്തുള്ളത് ഒരു അറാബിയാണ്, ഗ്രാമീണനാണ്. ഇടത് ഭാഗത്തുള്ളത് മഹാനായ സ്വഹാബി വര്യൻ അബൂബക്കറാണ്. അപ്പൊ റസൂൽ അങ്ങനെ വെള്ളം കുടിച്ച് അവസാനം അതിൽ നിന്ന് ഇങ്ങനെ ചുണ്ടെടുക്കാറായപ്പോ ഉമർ കൈ ഇങ്ങനെ ചൂണ്ടിന, യാ റസൂലല്ലാ അബൂബക്കർ റസൂലേ, ദാ ഇടത് ഭാഗത്ത് അബൂബക്കർ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുന്ന. പക്ഷെ ലോകത്തിന്റെ പ്രവാചകൻ അതൊന്നും ശ്രദ്ധിക്കാതെ കുടിച്ച് ബാക്കി അറാബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഹിയ സുന്നത്തുൻ സുന്നത്തുൻ സുന്നത്തുൻ, ഇത് സുന്നത്താണ്. അപ്പൊ നമുക്ക് പരിശീലിക്കാൻ പറ്റിയ, പുണ്യം വാരിക്കൂട്ടാൻ പറ്റിയ, ദിനരാത്രങ്ങളിൽ പരിശീലിക്കാൻ പറ്റിയ ഒരു സുന്നത്താണ്. അപ്പൊ വലതിന് കൊടുക്കലാണ് സുന്നത്ത്. ഈ വിരുന്നിന്റെ സദസ്സിൽ പക്ഷെ വലതു ഭാഗത്തുള്ളത് ചെറിയ കുട്ടിയാണ്. ലോകത്തിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയോട് അനുവാദം ചോദിക്കുകയാണ്. യാ ഉലാം, അല്ലയോ മോനെ, ഈ പാലിന്റെ പാത്രം ഞാൻ ഇവിടെയുള്ള മുതിർന്ന ആളുകൾക്ക് കൊടുത്തോട്ടെ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ആ കുട്ടിയോട്, ഇബ്നു അബ്ബാസിനോട് റളിയല്ലാഹു അൻഹുവിനോട് അനുവാദം ചോദിക്കണം. ഹദീസിന്റെ ശറഹിൽ കാണാം, കാരണം ഇബ്നു അബ്ബാസ്, വലതു ഭാഗത്തുണ്ടായിരുന്ന കുട്ടി ഇബ്നു അബ്ബാസ് ആയിരുന്നു, അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി അതങ്ങ് കൊടുത്താൽ, ഇടതുഭാഗത്തിന് കൊടുത്താൽ പ്രവാചകനെ ചോദ്യം ചെയ്യാൻ, ഒന്ന് നെറ്റിച്ചൊളിക്കാൻ, ഒന്ന് നീരസം പ്രകടിപ്പിക്കാൻ ആരും ആ സദസ്സിൽ തയ്യാറാവൂല. കാരണം ലോകത്തിന്റെ പ്രവാചകനാണ്. പക്ഷെ പ്രവാചകൻ എന്നിട്ടും ആ കുട്ടിയോട് അനുവാദം ചോദിച്ചു. പക്ഷെ ആ കുട്ടിയുടെ മറുപടി ലാ, കൊടുക്കാൻ പറ്റൂല റസൂലേ, പ്രവാചകരെ, അത് താങ്കളിൽ നിന്ന് എനിക്കുള്ള ഹക്കാണ്, എനിക്കുള്ളതാണ്. മിൻ അഹദൻ, അത് അവിടെ ഇരിക്കുന്ന ഒരുത്തനും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അത് എനിക്കെന്നെ വേണം എന്ന് പറഞ്ഞതോടുകൂടി പ്രവാചകൻ ആ പാലിന്റെ പാത്രം ഇടത്ത് ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ ആ കുട്ടിക്ക് കൈമാറി എന്ന് ഹദീസുകൾ വായിക്കും. ഇങ്ങനെ ഓരോ രംഗവും നമ്മൾ പരിശോധിക്കുമ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ ജീവിതം, പ്രവാചകന്റെ സുന്ദരമായ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സുന്നത്തുകളെയെല്ലാം, ഈ സ്വഭാവത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളെയെല്ലാം ജീവിതത്തോട് ചേർത്ത് വെച്ച് നന്മകളുടെ മേഖലയിൽ അങ്ങേയറ്റം പരിശ്രമിക്കാൻ, ഈ ദിനരാത്രങ്ങളിൽ അങ്ങേയറ്റം അതിന്റെ മേഖലയിൽ സമയം ചെലവഴിക്കാൻ, എല്ലാ തിരക്കുകൾക്കിടയിലും ദീനിന്റെ മേഖലയിൽ, നന്മയുടെ മേഖലയിൽ സഹകരിച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നന്മ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങൾ, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് അനേകം രംഗങ്ങൾ നമ്മുടെ ഈ സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം ഈ ദിനരാത്രങ്ങളിൽ പ്രത്യേകമായി, എന്നും പങ്കെടുക്കാറുള്ള ആളുകളായിരിക്കും, എന്നാൽ ഈ 10 ദിനരാത്രങ്ങളിൽ പ്രത്യേകമായി അതിന്റെ മേഖലയിൽ സമയം ചെലവഴിക്കാൻ കഴിയണം. അല്ലെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം പഠനമെന്നതിനപ്പുറത്ത്, കേവല സംസാരം എന്നതിനപ്പുറത്ത്, നമ്മുടെ ചിന്തകൾക്ക്, ആലോചനകൾക്കപ്പുറമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പുണ്യം. കാരണം നമ്മൾ ഇന്ന് മുസ്ഹഫ് കയ്യിലെടുത്ത് അതിൽ നിന്ന് ഒരായത്തോതിയാൽ അതിന്റെ പുണ്യം പോലും സ്വഹാബത്തിന്റെ ഖബറിലേക്ക് എത്തുന്ന പല രംഗവും ഖുർആനുമായി ബന്ധപ്പെട്ടുണ്ട്. സാധാരണ ഈ നബിദിനത്തിന്റെ ഒക്കെ സമയമാവുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ഖുർആൻ അള്ളാഹു ക്രോഡീകരിച്ചിട്ടില്ലല്ലോ, റസൂൽ ക്രോഡീകരിച്ചില്ലല്ലോ, ഖുർആൻ ക്രോഡീകരിച്ചത് സ്വഹാബത്തല്ലേ? അപ്പൊ സ്വഹാബത്ത് ദീനിൽ ചില പുതിയ കർമ്മങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇതെന്തിനാ ചോദിക്കണത്? നബിദിനും കുത്താറാത്തീബും ഹദ്ദാദും മൗലൂദും റാത്തീബും ഒക്കെ ദീനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സ്വഹാബത്ത് ദീനിൽ ചില പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. പക്ഷെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അത് ക്രോഡീകരിക്കുന്നത് അള്ളാഹു തന്നെയാണ്. അവിടെ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഇന്ന ജംഅഹു വ ഖുർആന, ഖുർആൻ അല്ലാഹു തന്നെ ജമ്മാക്കിയിട്ടുണ്ട്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, അതെങ്ങനെ ഓതണമെന്ന് പ്രവാചകന്റെ തിരുനാവിലൂടെ പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ അടുക്കലേക്ക് ഓരോ റമളാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഹിഫ്ള് എക്സാം നടത്തുന്ന റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങിയത് മുഴുവനും ഓതിപ്പിക്കും. മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ റമളാനിൽ ഖുർആൻ മുഴുവനും 2 തവണ ഓതിപ്പിച്ച് കൃത്യമാക്കിയതിന് ശേഷമാണ് ഓരോ സൂറത്തിന്റെ പേരടക്കം റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോയത്. അഥവാ ഖുർആൻ ജമ്മാക്കുന്ന പണി അല്ലാഹ് എടുത്തിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട് 6 മാസത്തിനുള്ളിൽ വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധം ഇന്നത്തെ സൗദി അറേബ്യയുടെ റിയാദിന്റെ അടുത്തുള്ള പ്രദേശം ഉവൈനക്കടുത്ത് യമാമയിൽ വെച്ച് മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന ബനു ഹനീഫ ഗോത്രക്കാരനുമായി വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളിലെല്ലാം ശ്രദ്ധേയമായി കാണാം. 40,000-ഓളം വരുന്ന മുസ്ലിം സൈന്യമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. 2.5 മാസത്തോളം നീണ്ടുന്ന യുദ്ധത്തിൽ സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ വാൾ എന്ന സ്ഥാനപദവിക്കർഹനായ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിന്റെ നായകത്വം ഏറ്റെടുത്തോട് കൂടിയിട്ടാണ് മുസ്ലിം സൈന്യം ആ യുദ്ധത്തിൽ വിജയിക്കുന്നത്. ആ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുന്നത് 2 സ്വഹാബിമാരാണ്. ഒന്ന് വഹ്ശി ഇബ്നു ഹറബാൻ. ആരാ വഹ്ശി? അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. വഹ്ശി ഇബ്നു ഹറബ് ശ്രദ്ധേയനായ സ്വഹാബിയാണ്. നമ്മളിപ്പോഴും പറയാം ഹംസനെ കൊന്ന ആളെന്നാ. പക്ഷെ പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ദീനിന്റെ മേഖലയിൽ പ്രവർത്തിച്ചയാളാണ് വഹ്ശി ഇബ്നു ഹറബ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മുസൈലിമയെ കൊന്ന മറ്റൊരാൾ മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ 2ാമത്തെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. വഹ്ശിക്കും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിനും മുസൈലിമയെ കൊല്ലാൻ പ്രത്യേകം കാരണം ഉണ്ടായിരുന്നു. അത് നമ്മൾ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു ചരിത്രവശാൽ. 2.5 മാസത്തോളം നീണ്ടുന്ന യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയിച്ചെങ്കിലും ഒരുപാട് ഹാഫിളീങ്ങളായ സ്വഹാബിമാർ ഷഹീദായി. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പരിശുദ്ധ ഖുർആൻ 2 ചട്ടക്കുള്ളിൽ മുസ്ഹഫ് രൂപത്തിലാക്കണം. കാരണം ഒരുപാട് ഹാഫിളീങ്ങൾ ഷഹീദായി. 2 ചട്ടക്കുള്ളിൽ മുസ്ഹഫ് രൂപത്തിലാക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണം മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെ ഈ പണി ഏൽപ്പിക്കുന്നത് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. സെയ്ദ് ഇബ്നു സാബിത്തിനെയാണ്. സെയ്ദ് റളിയല്ലാഹുവിന്റെ അടുക്ക പറഞ്ഞ് ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ സെയ്ദ് മദീനത്തെ ജബൽ ഗീർ അഥവാ മസ്ജിദ് ഖുബക്ക് നേരെ പുറകുവശത്തുള്ള ജബൽ ഗീർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഇത് ഇവിടുന്ന് പൊളിച്ച് വേറെ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ അത് അനായാസം ചെയ്യാമായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കൽ ഭാരിച്ച ജോലിയാണ്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെ തലയിലും അന്ന് ഹിഫ്ളേ ഉള്ളൂ, എഴുതി വെക്കപ്പെട്ടിട്ടില്ല. പലതും ഈന്തപ്പനയുടെ ഓലയിൽ കൊത്തിവെക്കപ്പെട്ടതാണ്, കുറെ കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതാണ്, ഒരു ഏകീകരിച്ച രൂപമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കൽ ഭാരിച്ച ജോലിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഹർക്കത്ത് മാറിയ
അർത്ഥം മാറിപ്പോകും. അത് പെട്ടെന്ന് മനസ്സിലാവാൻ നമ്മൾ ഉമ്മാര് കുട്ടികളെ ഉറക്കുമ്പോൾ താരാട്ടുപാട്ട് ഇല്ലല്ലോ, എന്താ ഇല്ല? ഹസ്ബി റബ്ബി, ചൊല്ലിക്കോ, നമ്മൾ പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ മാതിരി ഇരിക്കണ്ട, ചൊല്ലിക്കോ ഹസ്ബി റബ്ബി. അതാ ചോദിച്ചത്. ചില ആൾക്കാർ നല്ല തെജ്വീദൊക്കെ നന്നാക്കി മഹറജോട് കൂടെ തന്നെ ചെല്ലും. മാഫി കൽബി ഖൈറുല്ലാഹ്, നല്ല ഈണത്തെ ചൊല്ലും. മാഫി കൽബി ഖൈറുല്ലാ എന്ന് എല്ലിയാൽ മാഫി കൽബി എന്റെ കൽബിലില്ല, മാഫി എന്റെ കൽബിലില്ല, ഖൈറുല്ല അള്ളാന്റെ ഒരു ഖൈറും ഇല്ല, ഒരു നന്മയില്ല എന്നാണ് ഖൈറുല്ലാ എന്ന് എല്ലിയ അർത്ഥം. ചില ആൾക്കാരൊക്കെ ചിരിച്ചു, സുബ്ഹാനല്ലാഹ് അത്രയും കാലം ചെല്ലിയതാണല്ലോ എന്ന് ആലോചിക്കണേ. മാഫി കൽബി ഖൈറുല്ല എന്ന് പറഞ്ഞാൽ അല്ലല്ലാതെ എന്റെ കൽബിലില്ല എന്ന അർത്ഥം വരണമെങ്കിൽ ഖൈറാവണം. ഒറ്റ ഹറക്കത്തെ മാറിയിട്ടുള്ളൂ, അർത്ഥം തന്നെ ആശയം തന്നെ മാറിപ്പോയി. ഇതാണ് അറബി ഭാഷ. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ സാബിത്ത് ആദ്യം എതിർത്തത്. എന്നാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയുടെ ഉത്തരവാണ്, അദ്ദേഹത്തിന് എതിർക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ദൗത്യം ഏറ്റെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്റെ ആയുസ്സും സമയവും അധ്വാനവും ചെലവഴിച്ച് പരിശുദ്ധ ഖുർആൻ അദ്ദേഹം 2 ചട്ടക്കുള്ളിൽ മുസ്ഹഫ് രൂപത്തിലാക്കി. എന്നിട്ടൊരു അമാനത്ത് എന്ന് പറയുന്ന രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ അവസാന സന്ദർഭത്തിൽ അത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അവസാന സന്ദർഭത്തിൽ ആരേൽപ്പിച്ചു? ഉമർ കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ആണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ പ്രവാചക പത്നിയായ ഹഫ്സ ബീവിക്ക് ആ കോപ്പി കൈമാറി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വിശാലമായി, അബ്സീനിയ അടങ്ങുന്ന കൂഫയടങ്ങുന്ന വിശാലമായ പ്രദേശം ഇസ്ലാമിന് കീഴിൽ വന്നു. അഥവാ നമ്മളമായിട്ടുള്ള കുറെ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു എന്നർത്ഥം, അനറബികൾ. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു? ഇവിടെ ചില ആൾക്കാർ മാഫി കൽബി ഖൈറുല്ലാന്ന് ഇല്ലമാതിരി തോന്നിയ മാതിരി ഖുർആൻ ഓതാൻ തുടങ്ങി. അതുവരെ ഉള്ള ഖുർആൻ ഹർക്കത്തില്ല. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്തിനെ വീണ്ടും വിളിച്ചു വരുത്തി ഹഫ്സ ബീവിയുടെ കയ്യിൽ നിന്ന് കോപ്പി വാങ്ങി അതിനെ ഹർക്കത്തിടാൻ ആവശ്യപ്പെട്ടു. സെയ്ദ് ബിൻ സാബിത്ത് വീണ്ടും തന്റെ ആയുസ്സും സമയവും അധ്വാനവും ചെലവഴിച്ച് പരിശുദ്ധ ഖുർആൻ ഹർക്കത്തിട്ടു. അതോടുകൂടിയാണ് ഖത്തുൽ ഉസ്മാനിയ എന്ന പേരിൽ നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആൻ ലോകപ്രസിദ്ധമാവുന്നത്. ഞാനിത് പറയാൻ കാരണം ഖുർആന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം അല്ലെ? റസൂലുള്ളാഹ് ഒരു ഉസ്താദ് കുട്ടിക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ, ഓരോന്നും ഓരോ ഹറഫാണ്, ഓരോന്നിനും 10 വീതം പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞാണ്. ഇനി വിഷയം, ഇന്ന് ലോകത്ത് 800 കോടി മനുഷ്യർ, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ, ഏറ്റവും പ്രബലമാക്കപ്പെട്ട 2ാമത്തെ മതവിഭാഗം ഈ മുസ്ലിം ഉമ്മത്താണ്. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ, ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ. മദീനത്തെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ് ഈ കഴിഞ്ഞ വർഷം വരെ 30 കോടിയിലധികം കോപ്പിയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വ്യത്യസ്ത ഭാഷകളിൽ തർജ്ജമ ചെയ്ത് അയക്കപ്പെട്ടത്. കോടിക്കണക്കിന് മുസ്ലിമുകൾ ഓരോ ദിവസവും ആ മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് 800 കോടി മനുഷ്യരിൽ ഒരു മുസൽമാൻ ആ മുസ്ഹഫ് കയ്യിലെടുത്ത് അതിൽ നിന്ന് ഒരായത്ത് ഓതിയാൽ ആ ഓരോ ആയത്തിന്റെയും ഓരോ ഹർഫിന്റെയും 10 പുണ്യത്തിന്റെ ഒരു ഭാഗം മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് എത്തണം. നമുക്ക് എണ്ണാൻ കഴിയോ? എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? അത് വർണ്ണിക്കാൻ കഴിയോ? വിശദീകരിക്കാൻ കഴിയോ? ഇതാണ് ഇസ്ലാമിന്റെ നന്മയുമായി ബന്ധപ്പെട്ട മേഖല. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വ്യാപൃതമാകുമാറവസ്ഥയിൽ നന്മകളിൽ സജീവമാവാൻ പ്രിയമുള്ളവരെ, ഈ സന്ദർഭങ്ങളിൽ ദുൽഹിജ്ജയുടെ ഈ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് കഴിയണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ദിനരാത്രങ്ങളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള നന്മകൾ സജീവമായി ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുന്നു. അവസരങ്ങൾ ആത്മാർത്ഥമായി ഒരുപാട് അവസരങ്ങൾ